ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. സ്നേഹിതരില്ലെന്നു കരുതിയ നാൾ അന്നാളിലവനെന്നോടു ചൊല്ലി, സ്നേഹിതരില്ലെന്നു കരുതിയ നാൾ അന്നാളിലവനെന്നോടു ചൊല്ലി, നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചാൽ നിന്നോടു കൂടെയുണ്ട്. നിത്യമാം സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ചാൽ നിന്നോടു കൂടെയുണ്ട്. കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയ്സ് എന്ന ആത്മീക ശുശ്രൂഷയിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 290 എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ഉൽപ്പത്തി പുസ്തകം 38 അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ അധ്യായത്തിൻ്റെ ആമുഖമായി ചില വസ്തുതകൾ ദൈവകൃപയിൽ ശരണപ്പെട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. 38 അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ യഹൂദയുടെ ജീവിതത്തിൽ വന്ന പാപങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. യോസഫിൻ്റെ സഹോദരനായ യഹൂദ പാപം ചെയ്ത വസ്തുതകളും ആ പാപത്തിൻ്റെ അനന്തരഫലങ്ങളും ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. തൽക്കാലം തിരിച്ചടി ലഭിച്ചില്ലെങ്കിലും തീർച്ചയായിട്ടും പാപത്തിന് പ്രത്യാഘാതമുണ്ട്. താമസിയാതെ പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ പാപത്തിൽ തുടരുന്നവനെ, അത് ചെയ്യുന്നവനെ സർപ്പം പോലെ തിരിഞ്ഞു കൊത്തും എന്നുള്ളതിൽ യാതൊരു സന്ദേഹത്തിൻ്റെയും ആവശ്യമില്ല. അഴിക്കാൻ ശ്രമിക്കുന്തോറും വലിഞ്ഞു മുറുകുന്നതാണ് പാപത്തിൽ തുടരുന്ന ജീവിതം. ഒരു കാര്യം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ. പാപത്തിൽ തുടരുന്ന ഒരുവൻ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ മനസ്സില്ലാത്തവൻ സ്വയം നീതീകരിക്കുന്നവനായിരിക്കും. അവൾക്ക് അവരുടേതായിട്ടുള്ള പല നീതീകരണങ്ങളും ഉണ്ടാകും. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപമുണ്ട് എന്ന് കണ്ടാൽ യാതൊരു തരത്തിലുമുള്ള വാഗ്വാദങ്ങൾക്കും നിൽക്കാതെ ദൈവമുൻപാകെ എനിക്കത് സംഭവിച്ചു പോയി എന്ന് സമ്മതിക്കുന്നിടത്താണ് വിജയം ദൈവം നൽകുന്നത്. പരിഹാരം അവിടെ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഓർമ്മപ്പെടുത്താതിരിപ്പാൻ തരമില്ല. ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം അവർ പാപത്തെ ഒഴിഞ്ഞ് സ്വസ്ഥതയും സാവധാനതയുമുള്ള ജീവിതം നയിക്കേണ്ടവരാണ്. ഒരു വ്യക്തി പാപത്തിൽ തുടർന്നാൽ അവൻ്റെ സമാധാനം നഷ്ടപ്പെടും. അവൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരിക തന്നെ ചെയ്യും. ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ കഴിയാതെ ജീവിതത്തിൽ നിരാശയോടെ മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളത് പാപജീവിതത്തിൽ തുടരുന്നവർക്കുള്ള മുന്നറിയിപ്പായി 38 അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പലവട്ടം ചിന്തിച്ച ഒരു വസ്തുത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. ഭക്തനായ യോസഫിൻ്റെ ജീവിതം രേഖപ്പെടുത്തുന്ന അധ്യായങ്ങൾക്കിടയിൽ എന്തിനാണ് യഹൂദയുടെ പാപത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ദൈവപുത്രൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്? അതിൻ്റെ ഉത്തരമായി എൻ്റെ മനസ്സിലേക്ക് വന്ന പ്രധാന ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ ഇത്ര ദുഷ്ടന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രമാത്രം പാപത്തെ ലാഘവത്വത്തോടൊക്കെ കാണുന്ന, പലതരത്തിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്നവരുടെ ഇടയിലാണ് അവരുടെ സഹോദരനായ യോസഫ് എന്ന ഉത്തമ ഭക്തൻ ദൈവഭക്തിയോടുകൂടെ ജീവിച്ചത് എന്നുള്ളത് നാം ഓർക്കാൻ വേണ്ടിയാണ് തമ്പുരാൻ ഈ അധ്യായങ്ങൾക്കിടയിൽ തന്നെ, യോസഫിൻ്റെ ജീവിതത്തിൻ്റെ രേഖപ്പെടുത്തലിനിടയിൽ തന്നെ യഹൂദയുടെ ഈ ദുഷിച്ച ചരിത്രത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 37 അധ്യായത്തിൽ യോസഫിൻ്റെ സഹോദരന്മാരുടെ ക്രൂരകൃത്യങ്ങൾ നാം ഓർക്കുകയുണ്ടായി.
38 അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദായുടെ പാപവും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മുന്നോട്ട് പോകുന്തോറും യോസഫിനോട് ബന്ധപ്പെട്ട് നാം പഠിച്ചു നോക്കുമ്പോൾ അവനോട് ഇടപെട്ട മറ്റുള്ളവരുടെ പല തെറ്റായ കാര്യങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ സഹോദരന്മാരുടെ ഇടയിലും മിസ്രൈമിലും ഏത് സാഹചര്യത്തിലും യോസഫ് ജീവിച്ചത് ഉത്തമ ഭക്തനായിട്ടാണ് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ്. ഇത്ര നല്ലവനായ യോസഫിന് ലഭിക്കേണ്ടിയിരുന്നത് ഇത്ര ദുഷിച്ച സ്വഭാവമുള്ള സഹോദരന്മാരെയാണോ എന്ന ചോദ്യവും നമ്മുടെ ഹൃദയത്തിലേക്ക് വരുവാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ മുള്ളുകൾക്കിടയിൽ താമര പോലെ ജീവിച്ച അനുഗ്രഹീതമായ ജീവിതം, അവൻ്റെ സഹോദരന്മാരുടെ ദുഷിച്ച സ്വഭാവങ്ങളൊന്നും ഈ യോസഫിനെ ബാധിച്ചില്ല. അവൻ നിർമ്മലനായി ജീവിച്ചൊരു മനുഷ്യനാണ്. മിസ്രൈമിലേക്ക് അടിമയായി വിൽക്കപ്പെട്ടപ്പോഴും അതിനു മുൻപ് സഹോദരന്മാരുടെയിൽ ജീവിച്ചപ്പോഴും മിസ്രൈമിൽ പല കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന സാഹചര്യങ്ങളിലും തെറ്റ് ചെയ്യാതെ തന്നെ സൂക്ഷിക്കുന്ന അനുഗ്രഹീതമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയായി യോസഫിനെ നമുക്ക് കാണുവാൻ കഴിയുന്ന വസ്തുതയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും എങ്ങനെ ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. ചുറ്റുപാടുമുള്ളവർ എത്ര ദുഷിച്ച ജീവിതം നയിച്ചാലും, നാം ചിന്തിക്കാത്ത അനേകരുടെ ജീവിതങ്ങളിൽ വിവിധമായിട്ടുള്ള പാപത്തിൻ്റെ തേർവാഴ്ച നാം കണ്ടാലും അതൊന്നും നമുക്ക് പാപം ചെയ്യുവാൻ അനുവാദം തരുന്ന ഒഴിവ് കഴിവുകളല്ല. മറിച്ച് നാം സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ജീവിക്കുന്ന അനുഗ്രഹീതമായ ജീവിതത്തിൽ തന്നെ തുടരുവാൻ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളത് മറക്കുവാൻ പാടുള്ളതല്ല. സാഹചര്യത്താൽ വീണുപോകാതിരിപ്പാൻ ദൈവമുൻപാകെ ഉറച്ച തീരുമാനങ്ങൾ ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം എന്നുള്ളത് നാം വ്യക്തമായി കാത്തു സൂക്ഷിക്കേണ്ടുന്ന വിഷയമാണ്. പാപം ചെയ്യുന്ന സഹോദരന്മാരുടെ മധ്യത്തിൽ വ്യത്യസ്തനായി ദൈവത്തിനായി നിലകൊണ്ട യോസഫിനെ പോലെ വല്ലാത്ത ഒരു ലോകത്തിൽ, വല്ലാത്ത തലമുറയുടെ മധ്യത്തിൽ അനേകരും പാപത്തെ ലാഘവത്വത്തോടെ കാണുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധി സൂക്ഷിക്കുന്നവരായി ഓരോ ദൈവ പൈതലിനെയും കാണുവാൻ കർത്താവ് ആഗ്രഹിക്കുക. യഹൂദയുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ദുഷിച്ച സ്വഭാവങ്ങൾക്കിടയിൽ യാതൊരു പാപത്തിൻ്റെയും പ്രവൃത്തികൾക്ക് പോകാതെ ദൈവം എന്നെ കാണുന്നു, ഞാൻ പാപം ചെയ്താൽ അത് ദൈവത്തിന് വിരോധമായിട്ടുള്ളതാണെന്ന ബോധ്യത്തോടെ വിശുദ്ധിയിൽ ജീവിച്ച യോസഫിൻ്റെ മാതൃക നമുക്ക് പിന്തുടരുവാൻ കഴിയട്ടെ. ഈ സമയത്ത് അങ്ങയുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപത്തിൽ തുടരുന്നുവെങ്കിൽ തിരിച്ചു വന്ന് അനുതപിച്ച് ദൈവകൃപ പ്രാപിപ്പാനുള്ള സമയമായിട്ട് ഇത് മാറണം. യാതൊരു ഒഴിവ് കഴിവുകളും ഇനി പറയരുത്. അങ്ങനെ പറഞ്ഞാൽ കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോകേണ്ടി വരുമെന്നുള്ളത് ഓർമ്മപ്പെടുത്താതിരിപ്പാൻ തരമില്ല. എന്നാൽ ഇപ്പോൾ തന്നെ അങ്ങ് പറയുന്ന സകല ഉപാധികളും സകല എക്സ്ക്യൂസുകളും ദൈവമുൻപാകെ താഴ്ത്തിയിട്ടിട്ട് എനിക്ക് തെറ്റുവന്നു പോയി, ഞാനിനി അത് ആവർത്തിക്കയില്ല എന്നുള്ള വലിയ ആ ഉറച്ച തീരുമാനത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒന്ന് വരുവാൻ അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം തീർച്ചയായിട്ടും അങ്ങേ അനുഗ്രഹിക്കും. അതിനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. കർത്താവിൻ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കും നാളവനൻ ബലം. കർത്താവിൻ സന്തോഷം അവനൻ ബലം, പാരിതിൽ പാർക്കും നാളവനൻ ബലം. അവനെൻ്റെ സങ്കേതം, വിശ്രമം നാൾ തോറും അവനെൻ്റെ സർവവുമേ. അവനെൻ്റെ സങ്കേതം, വിശ്രമം നാൾ തോറും അവനെൻ്റെ സർവവുമേ.